നമസ്കാരം, വിഷ്ണുവലിയേട്ടലാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ ചെറിയ ഒരു നിയമലംഘനമായാൽ പോലും അത് വലിയ വിട്ടുവീഴ്ച ചെയ്യാതെ അത് ഈ അശ്രദ്ധകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഓടുന്ന ഒരു ബസ് പോലും ഡോറ് അടയ്ക്കാതെ ഓടരുത്, അതുപോലെ കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് നടന്ന ഒരു നിയമലംഘനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന സ്വകാര്യ ബസ് ആനകുളം വാളകം റൂട്ടിൽ സർവീസ് നടത്തി വരുന്ന ബസ്സാണ്. ഇതിനകത്തിപ്പോൾ കുട്ടികളെ കുത്തി നിറച്ച് ഡോറ് പോലും അടയ്ക്കാതെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാം. നിയമലംഘനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പിഴയും അതുപോലെ ശിക്ഷയും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡോറ് പോലും അടയ്ക്കാതെ കുട്ടികളെ കുത്തിത്തിരികി കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ കാഴ്ച വാളകമാനക്കുളം റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ കൃത്യമായി ഇതിൻ്റെ തീയതിയും സമയവും ഒക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഈ ബസ്സെന്നല്ല മറ്റ് ഏത് വാഹനം നടത്തിയാലും നമ്മളിത് പുറത്തു കൊണ്ടുവരണം. അതിനെതിരെ നടപടി ഉണ്ടാകുന്നവരെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അധികാരികളിലേക്ക് എത്തിക്കണം. എന്തായാലും ഈ ബസ്സിനെതിരെ നിയമപരമായി നടപടിയെടുക്കും എന്ന് കരുതുന്നു. എന്തായാലും ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ചാനലിലെ നിങ്ങൾ അറിയിക്കുക. നമ്മൾ തീർച്ചയായും ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചാനൽ വിക്ക് വേണ്ടി വിഷ്ണു വലിയകാട്ടിൽ.